എന്റെ കൃഷ്ണ, നല്ല തണുപ്പ്. ഒരു മാറ്റവും, എല്ലാം പഴയതുപോലെ തന്നെ. കുളവും വീടും എല്ലാം. പിന്നെ ഞാൻ എൻ്റെ വീടും വീട്ടുകാരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. ശരി, എന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ മീര കൃഷ്ണൻ. അടുപ്പമുള്ളവരൊക്കെ നന്ദു എന്ന് വിളിക്കും. നിങ്ങളും അങ്ങനെ വിളിച്ചോ. അപ്പോൾ ഞാൻ ഒറ്റമോളാണ് കേട്ടോ. കൃഷ്ണച്ചൻ്റെയും സുധമ്മയുടെയും ഒരേ ഒരു മോള്. ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ചേട്ടൻ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അത് പോട്ടെ, അവർക്ക് എന്നെ കിട്ടിയില്ലേ. ഞാനൊരു പാലക്കാടുകാരിയാണെന്ന് മനസ്സിലായില്ലേ. പിന്നെ ഒരു കൃഷ്ണഭക്ത കൂടിയാണ് കേട്ടോ. പിന്നെ എല്ലാരും ചോദിക്കാറുണ്ട്, ഇച്ചിരി ബോൾഡ് ആയിക്കൂടെന്നും. അത് പിന്നെ എനിക്കറിയില്ലെന്നേ. ഈ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ആയിപ്പോയി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ, ഈ 2026-ൽ കൊച്ചിന് വല്ല ഷോർട്സോ ചുരിദാറോ ഒക്കെ ഇട്ടൂടെന്ന്. ഇതെന്താ ഈ ധാവണി എന്നൊക്കെ? എനിക്കെന്തോ ഇതാണ് കംഫർട്ട്. പിന്നെ ഒരു കംഫർട്ട് പ്ലേസ് കൂടിയുണ്ട് കേട്ടോ. അതാണ് ഈ കുളക്കടവ്. ഇവിടെ ഈ കൽപ്പടവിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെ എവിടെ പോയാലും കിട്ടില്ല. ഇത് ഞങ്ങളുടെ സ്വന്തം കുളമൊന്നും അല്ല കേട്ടോ, കൈതയ്ക്കൽ തറവാടിന്റെ കുളമാണ്. ഇവിടുത്തെ മുത്തശ്ശി മരിക്കുന്നത് വരെ ഞാൻ സ്ഥിരം അവിടെയായിരുന്നു. മുത്തശ്ശിക്കൊരു കൂട്ട്, അങ്ങനെ കിട്ടിയ ആത്മബന്ധമാണ്. മുത്തശ്ശി മരിച്ചു. വീട്ടിൽ സന്തോഷമോ സങ്കടമോ അങ്ങനെ എന്തുണ്ടായാലും എന്നെ ഇവിടെ നോക്കിയാൽ മതി, ഞാനിവിടെ ഉണ്ടാവും. ഉറക്കവും കളഞ്ഞു. അല്ല, ഈ സമയത്ത് ഇവിടെ ആരാ? ഒന്ന് പോയി നോക്കിയേക്കാം. സൗണ്ട് വരുന്നത് ആ പോണ്ടേരിയിൽ നിന്നാണല്ലോ. അവരാവാൻ വഴിയില്ല. ഇനി നമ്മുടെ ഹീറോയിൻ ലാൻഡ് ചെയ്തോ? ഇതിപ്പോ എന്റെ പ്ലാനിംഗ് ഒന്നും വേണ്ടി വരില്ലല്ലോ മിസ് മീര കൃഷ്ണൻ. ലുക്സ് ലൈക്ക് യു ആർ ഓൺലി ഗിവിംഗ് മീ പെർഫെക്റ്റ് ഐഡിയാസ്. Looks like it's time for a small surprise. ആരാ? ഇവിടെ ആരും ഇല്ലല്ലോ. എന്താ ശബ്ദം കേട്ടെ? സർപ്രൈസ്. അയ്യോ, ആനന്ദ് ബ്രോ. അവളെ നോക്കിക്കൊണ്ടവൻ മുടി പുറകിലേക്ക് കോതി ഒതുക്കി. അവന്റെ കഴുത്തിലെ ഇന്ദ്രനീലം പതിപ്പിച്ച ഗരുഡമാല ഇളമ്പയിൽ തട്ടിത്തിളങ്ങി. അവന്റെ കണ്ണുകൾക്ക് അതിലും തിളക്കമുണ്ടെന്ന് അവൾക്ക് തോന്നി. ഈശ്വര, ഞാൻ എന്താ ചെയ്യാ? ഇയാൾ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ എന്നല്ലേ? ഓഫ് കോഴ്സ് ഫോർ യു. അങ്ങനെ ഓടിപ്പോയാ ഈ ദേവാനന്ദ് ഓർമ്മ എല്ലാം അവസാനിപ്പിക്കുമെന്ന് കരുതിയോ? വേണ്ട, അടുത്തേക്ക് വരണ്ട. ഇനി എങ്ങോട്ട് പോയി വിളിക്കുന്നീ? യു ലുക്ക് സോ ഹോട്ട്. താൻ ഇത് എങ്ങോട്ടാ കയറി വരുന്നത്? മാറി നിൽക്ക്. താൻ എന്താ വിചാരിച്ചേ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് തന്നെ ഗേൾഫ്രണ്ട് ആകാൻ പറ്റില്ലെന്ന്. എനിക്ക് പറ്റില്ല. ഇതേ എന്റെ നാടാ, എന്റെ വീടും. ഇവിടുന്ന് ഞാനൊന്ന് ഒച്ച വെച്ചാലുണ്ടല്ലോ, നാട്ടുകാർ തന്റെ എല്ലൊടിക്കും. കാണണോ? തനിക്ക് കാണണോ? അത്രയും കോൺഫിഡൻസ് ഒക്കെ വേണോ? ഈ പറഞ്ഞതിൽ പലതും നാളെ മാറ്റി പറയേണ്ടി വന്നാലോ?
ഈ ചെയ്യുന്നേ? മാറ്. ദേ, ഈ കൊടുത്ത് ഞാൻ വിചാരിച്ചാൽ മാത്രമേ അഴിക്കാൻ പറ്റുള്ളൂ. സോ അടങ്ങി നിന്നില്ലെങ്കിൽ ഞാൻ പിന്നോട്ട് മാറും. ആൻഡ് യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. എനിക്കിപ്പോ വേറെ ഉദ്ദേശമൊന്നുമില്ല. ബട്ട് ഇഫ് യു വാണ്ട്, ഐ ഡോണ്ട് മൈൻഡ് ഗോയിങ് ഫർദർ. ഈ സ്മെൽ ഒരു രക്ഷയുമില്ല. ഐ എം ജസ്റ്റ് ടോട്ടലി ഫണൻ. ടു ബി ഹോണസ്റ്റ്, ഞാൻ വിചാരിച്ചിരുന്നത് ഈ റെഡ് ലിപ്സിനാണ് അട്രാക്ഷൻ കൂടുതലെന്നാ. ബട്ട് അല്ല, ദിസ് ബെയർ ലിപ്സ് ഓഫ് യുവേഴ്സ്. നോ, ദിസ് ഇസ് മൈ സെക്കൻഡ് അഡിക്ഷൻ. തൽക്കാലത്തേക്ക് ഞാൻ പോകുക. വി വിൽ മീറ്റ് സൂൺ. എന്നോട് എന്തിനാ ഇങ്ങനെ? ഞാൻ അങ്ങനെയൊന്നും ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? എന്ത് ചെയ്യാനാ? ഈ ആനന്ദ് വർമ്മ എന്തിലെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കും. അതിനിപ്പോ ആരെ കൊല്ലേണ്ടി വന്നാലും. ഐ വോണ്ട് സ്റ്റെപ്പ് ബാക്ക്. നൗ ഇറ്റ്സ് എ ഡെയർ ദാറ്റ് ഐ എം റിയലി എൻജോയിങ്. കൃഷ്ണ, ഉള്ള സമാധാനം കൂടി പോയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? സമ്മതിച്ചാ മതിയായിരുന്നു. ഇതിപ്പോ വലിയ പ്രശ്നമാകൂലോ. ഹലോ അന്നു, നന്ദു, എന്ത് പറ്റി? നിന്റെ ശബ്ദം എന്താ മാറിയിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോ എണീറ്റപ്പോ സൗണ്ട് മാറിയതാ. അച്ഛനൊക്കെ വന്നെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാവേ. നന്ദു. ആ അച്ഛാ, ഡോക്ടർ എന്താ പറഞ്ഞു? എന്തൊക്കെയോ കുറെ ടെസ്റ്റും സ്കാനും ഒക്കെ ചെയ്തു മോളെ. റിസൾട്ട് വരുമ്പോ അറിയിക്കാന്നും പറഞ്ഞു. നീ കുറച്ച് വെള്ളവും എടുത്തേ. ആ അച്ഛാ, ഞാൻ ചായ വെക്കാം. അല്ല, ആരാ അമ്മ നിങ്ങളെ കൊണ്ടുവിട്ടെ? ഒരു കാറ് പോകുന്ന വേണ്ടല്ലോ. അത് ദേവൻ കുഞ്ഞാ മോളെ. ദേവൻ കുഞ്ഞോ? അതാരാമ്മേ? ഓ, അതാ മോളെ കൈതക്കലെടുത്ത മുതലാളി. നല്ല പയ്യനാ. ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോ ബസ് കയറി വരണ്ടാന്ന് പറഞ്ഞ് കൂട്ടാൻ വന്നതാ. ഓഹോ, വലിയ സ്നേഹമാണെന്ന് തോന്നുന്നല്ലോ. അതെ, അതിന് വേറെ ആരുമില്ല മോളെ. അനാഥന. അതുകൊണ്ട് ഞങ്ങളോട് വലിയ കാര്യമാ. ഓഹോ, അപ്പോ ഒരു മോനെ കൂടെ കിട്ടി. അതെ, നേരിട്ടല്ലെങ്കിലും ഈശ്വരൻ തന്നതാ. കുറച്ച് ദിവസം ഇവിടെ കാണുള്ളൂ, എന്നാലും സാരില്ല. അത്രയും ദിവസം സ്നേഹം കൊടുക്കാലോ. ലാസ്റ്റ് ഞാൻ പുറത്താകോ? ഈ പെണ്ണിന് ഒട്ടും കുശുമ്പില്ലല്ലോ. ഓ, എനിക്ക് കുശുമ്പൊന്നുമില്ല. എനിക്കും കിട്ടിയല്ലോ ഒരു പപ്പയെയും മമ്മിയെയും 2 കൂടപ്പുറപ്പുകളെയൊക്കെ അങ്ങ് കോട്ടയത്ത്. എനിക്ക് അവരുണ്ട്. ഈ പെണ്ണ്. Seems like someone is praying.
സർപ്രൈസ്. ഒച്ച വെക്കരുത്. ഒച്ച വെച്ചാൽ നീ തന്നെ നാണം കെടും.